ഇവിടെ ചില ആളുകൾ ഇങ്ങനെയാണ് ചെയ്യാറ്. അതായത് അവരവരുടെ തോട്ടത്തിൽ നിന്നും പറിച്ചെടുത്ത പൂക്കളൊക്കെ തന്നെ ഇതുപോലെ കൊണ്ടുവന്നിട്ട് മാലയാക്കിയിട്ടെല്ലാം വിൽക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ പല ആളുകളും ഹോൾസെയിലായിട്ട് എടുക്കുന്നതും കാണാറുണ്ട്. ചില ഏരിയകളിൽ തേങ്ങ വിൽക്കുന്നത് കാണാറുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഈ ഒരു ഏരിയയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നല്ല സുഗന്ധവാസന നമുക്കിങ്ങനെ കിട്ടും എന്നുള്ളത് വേറൊരു പ്രത്യേകതയാണ്. മാലകളൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത്രമാത്രം ചിലവാകുമോ എന്നുള്ളതാണ് എന്നെങ്ങനെ അതിശയപ്പെടുത്തിയതും ചിന്തിപ്പിച്ചതും. കൂടുതലും സ്ട്രീറ്റുകളിലെല്ലാം തന്നെ ഉന്തുവണ്ടി കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കച്ചവടങ്ങൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നത്. വൈകുന്നേര ടൈമിൽ സജീവമാകും മാർക്കറ്റ് എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ചന്ദനത്തിരി മാത്രം ഇതുപോലെ ലൂസൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ മാല ഉണ്ടാക്കുന്ന ആ ഏരിയയിലേക്കൊക്കെ നോക്കുമ്പോൾ റോസ് പൂവിൻ്റെ മനോഹരമായിട്ടുള്ള മാലകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതും ചെറിയ ചെറിയ മാലകളല്ല, അത്യാവശ്യം വലിപ്പമുള്ളത്. എന്തിനാണ് ഇത്രയും വലിപ്പമുള്ള മാലകളൊക്കെ നിർമ്മിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിപ്പിച്ച് പോയി എന്നുള്ളതാണ്. അങ്ങനെ ഇവിടുത്തെ ഒരു സാധ്യതയാണ് മെയിൻ സാധ്യത ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തേങ്ങ, അതുപോലെ നേന്ത്രപ്പഴം, ഇങ്ങനെയുള്ള രണ്ട് സംഭവങ്ങൾക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഇവിടേക്ക് നല്ലൊരു സാധ്യത മനസ്സിലാക്കുന്നുണ്ട്. നേന്ത്രപ്പഴത്തിനൊക്കെ 150 രൂപയിലും മേലെയാണ് റേറ്റ് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തുമാത്രം എക്സ്പോർട്ടിങ് സാധ്യത ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. തേങ്ങയൊക്കെ തന്നെ ഇതുപോലെ റോഡ് സൈഡിൽ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് പല ജാതി തേങ്ങ മാറ്റി തിരുത്തി വെച്ചിട്ട് ഓരോ തേങ്ങക്കും ഓരോ റേറ്റ് എന്നുള്ള രീതിയിലാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. തൂക്കമോ കാര്യങ്ങളോ അല്ല. ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ ഒരു മനോഹരമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ആ വെച്ചിരിക്കുന്ന കോലം കണ്ടെത്തി തന്നെ നമുക്ക് തേങ്ങയ്ക്ക് എന്തുമാത്രം ഇവിടെ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കൂടുതൽ ഏരിയയിലും സ്ത്രീകളെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതുപോലെയുള്ള ഉന്തിവണ്ടികളിലെല്ലാം തന്നെ അവരിങ്ങനെ ഇരിക്കുന്നതും അതിങ്ങനെ പരിപാലിച്ച് കൊണ്ടു നടക്കുന്നതൊക്കെ കാണാൻ സാധിക്കാറുണ്ട്. ഇതുപോലത്തെ ഇല വിഭവങ്ങളും ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്.